താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അവരുടെ വാർഷിക ജനറൽ ബോഡി യോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും ഇന്ന് കൊച്ചിയിൽ നടക്കും. പ്രസിഡന്റായി മോഹൻലാലിനെ മൂന്നാം തവണയും എതിരില്ലാതെ തെരഞ്ഞെടുത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് ശക്തമായ മത്സരം നടക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. വിവരങ്ങളുമായി ഉമേഷ് തന്നെയാണ് നമ്മളോടൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നത്. ഉമേഷ്, അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മോഹൻലാൽ പ്രസിഡന്റായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇടവേള ബാബു ഒക്കെ ഇരുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുമൊക്കെ ശക്തമായ മത്സരം നടക്കുന്നു. ഈ പോസ്റ്റുകളിലേക്ക് ആരാണ് പ്രധാനമായും മത്സര രംഗത്തുള്ളത്? മനു, ഈ അമ്മയുടെ എല്ലാ വർഷവും ഇത്തരത്തിൽ ജനറൽ ബോഡി യോഗമുണ്ട്. ഭാരവാഹി തെരഞ്ഞെടുപ്പ് 3 വർഷം കൂടുമ്പോഴാണ് നടക്കാറുള്ളത്. അങ്ങനെ ഇന്ന് നടക്കുന്നത് 2024-27 കാലയളവിലേക്കുള്ള ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പാണ്. അതിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ മോഹൻലാലിനെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ ആരും എതിരുണ്ടായിരുന്നില്ല. സാങ്കേതികമായി അദ്ദേഹം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ ഇന്നത്തെ യോഗം കഴിയണം. എന്തായാലും അദ്ദേഹത്തിന് ആരും എതിരല്ല, അദ്ദേഹം തന്നെ പ്രസിഡന്റ് ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 3-ാം തവണയാണ്, തുടർച്ചയായി മോഹൻലാൽ 3-ാം തവണയാണ് പ്രസിഡന്റ് ആവുന്നത്. 2018 അദ്ദേഹം ആദ്യം പ്രസിഡന്റ് ആവുന്നത്. അതിനുശേഷം മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ മോഹൻലാൽ ആ സ്ഥാനത്ത് തുടരാൻ പോകുന്നത്. എന്നാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടവേള ബാബുവാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു. ആ സാഹചര്യത്തിൽ നടക്കുന്നത് ശക്തമായ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്. അതിൽ സിദ്ദിഖാണ് ഒരു സ്ഥാനാർത്ഥി. അതുകൂടാതെ കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിങ്ങനെ 3 പേരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരമുണ്ട്. വൈസ് പ്രസിഡന്റ് 2 വൈസ് പ്രസിഡന്റുമാരാണ് അമ്മയ്ക്ക് ഉള്ളത്, അമ്മയുടെ ഭരണസമിതിയിൽ ഉള്ളത്. എന്നാൽ ജഗദീഷ്, ജയൻ ചേർത്തല, മഞ്ജു പിള്ള എന്നിങ്ങനെ 3 പേർ മത്സരരംഗത്തുണ്ട്. അതിൽ 2 പേർ വൈസ് പ്രസിഡന്റുമാരാകും. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജും അനൂപ് ചന്ദ്രനും മത്സരിക്കുന്നുണ്ട്. അവരിൽ ഒരാൾ ജോയിന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടും. അതേസമയം ട്രഷറർ സ്ഥാനത്തേക്ക് നേരത്തെ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇതുവരെ മറ്റാരും മത്സരരംഗത്തില്ല. അതുകൊണ്ട് ഉണ്ണി മുകുന്ദനും ട്രഷറർ സ്ഥാനത്തേക്ക് ഇന്ന് തിരഞ്ഞെടുക്കപ്പെടും. ഒപ്പം 11 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് 12 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ 12 പേരിൽ 11 പേർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തിരഞ്ഞെടുക്കപ്പെടും. രാവിലെ 11 മണി മുതൽ 1 മണി വരെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 4 മണിയോടെയായിരിക്കും ഫലപ്രഖ്യാപനം ഉണ്ടാവുക. അമ്മയിൽ വോട്ടവകാശമുള്ള 506 പേർ ആണ് ഉള്ളത്. അതിൽ എത്ര പേർ ഇന്ന് ഇതിൽ പങ്കെടുക്കാൻ എത്തുമെന്നറിയില്ല. ഏതായാലും 506 പേർക്ക് വോട്ടവകാശമുണ്ട്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഏതായാലും അമ്മയിൽ താരസംഘടന, അമ്മയിൽ തെരഞ്ഞെടുപ്പ്. പ്രസിഡന്റായി മോഹൻലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഭാരവാഹി യോഗം കഴിഞ്ഞാൽ മാത്രമാണ് അത് ഔദ്യോഗികമായി ആ ഒരു പദവിയിലേക്ക് അദ്ദേഹത്തിന് 3-ാം തവണയും വരാൻ കഴിയുകയുള്ളൂ.